ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 10 മുതൽ 12 വരെയുള്ളതായ അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങൾ മനുഷ്യഹൃദയത്തിൻ്റെ ഒരു ഗൗരവമേറിയ സത്യം വെളിപ്പെടുത്തുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ നാം ദൈവത്തെ ആത്മാർത്ഥമായി അന്വേഷിക്കാറുണ്ട്. എന്നാൽ സമാധാനവും സൗകര്യവും ലഭിക്കുമ്പോൾ അവനിൽ നിന്ന് അകന്നു പോകാനുള്ള പ്രവണതയുമുണ്ട്. എന്നാൽ ഇസ്രായേലിൻ്റെ ആവർത്തിച്ചുള്ള പരാജയങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ അനന്തമായ ക്ഷമയും നീതിയും കരുണയും തിളങ്ങി നിൽക്കുന്നു. ഈ ഭാഗം ഇസ്രായേലിൻ്റെ മാനസാന്തരത്തിലൂടെ ആരംഭിച്ച് ഇബ്താഹിൻ്റെ നേതൃത്വത്തിലൂടെ വിടുതലിലേക്കും തുടർന്ന് അശ്രദ്ധമായ വാക്കുകളും അനാവശ്യമായ ഭിന്നതയും എത്ര വലിയ ദുരന്തത്തിന് കാരണമാകുന്നുവെന്നും കാണിച്ചു തരുന്നു. ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. എന്നാൽ അതിലും അധികമായി അവർ ഹൃദയപരിവർത്തനവും ജ്ഞാനപൂർണമായ സംസാരവും താഴ്മയുള്ള അനുസരണവും പുലർത്തണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. 10-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അധികം അറിയപ്പെടാത്ത 2 ന്യായാധിപന്മാരായ തോലയെയും യായീറിനെയും പരിചയപ്പെടുത്തുന്നു. അവരെക്കുറിച്ച് തിരുവെഴുത്തിൽ വളരെ കുറച്ചേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്നിരുന്നാലും എല്ലാവരും വലിയ അത്ഭുതങ്ങളിലൂടെ ദൈവത്തെ സേവിക്കണമെന്നില്ലെന്നും നിശബ്ദവും വിശ്വസ്തവുമായ സേവനവും ദൈവസന്നിധിയിൽ അത്യന്തം വിലപ്പെട്ടതാണെന്നും അവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അവരുടെ മരണശേഷം ഇസ്രായേൽ വീണ്ടും യഹോവയെ ഉപേക്ഷിച്ച് ചുറ്റുമുള്ള ജാതികളുടെ അനേകം ദേവന്മാരെ ആരാധിച്ചു. അവരുടെ ഹൃദയം വിഭജിക്കപ്പെട്ടു. അനേകം വിഗ്രഹങ്ങളിലേക്കാണ് അവർ തിരിഞ്ഞത്. പലതവണ തന്നെ രക്ഷിച്ച ജീവനുള്ള ദൈവത്തെ അവർ മറന്നുപോയി. അതുകൊണ്ട് ദൈവം അമ്മോന്യർക്കും ഫെലിസ്തീർക്കും ഇസ്രായേലിനെ പീഡിപ്പിക്കാൻ അനുവദിച്ചു. കഠിനമായ കഷ്ടതകളിൽ അവർ വീണ്ടും യഹോവയോട് നിലവിളിച്ചു. എന്നാൽ ഈ പ്രാവശ്യം ദൈവത്തിൻ്റെ മറുപടി വ്യത്യസ്തമായിരുന്നു. മുമ്പ് താൻ എത്രയോ തവണ അവരെ വിടുവിച്ച കാര്യം ഓർമ്മിപ്പിക്കുകയും പാപത്തിൽ വീണ ശേഷം കഷ്ടത വരുമ്പോൾ മാത്രം സഹായം തേടുന്ന അവരുടെ ആവർത്തിച്ചുള്ള ജീവിത രീതിയുടെ പൊള്ളത്തരം വെളിപ്പെടുത്തുകയും ചെയ്തു. ദൈവം അവരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരുടെ അടുക്കൽ പോയി നിലവിളിപ്പീൻ. ഇത് കരുണയില്ലായ്മയല്ല, മറിച്ച് ദൈവിക ശിക്ഷണമായിരുന്നു. യഥാർത്ഥ മാനസാന്തരം കണ്ണീർ പൊഴിക്കുന്നതിലോ വിഷമിക്കുന്നതിലോ ഒതുങ്ങുന്നതല്ല. വിഗ്രഹങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരികയാണെന്ന് ദൈവം അവരെ പഠിപ്പിക്കുകയായിരുന്നു. അവസാനം ഇസ്രായേൽ അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അപ്പോൾ ഈ അധ്യായത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ വാക്യങ്ങളിൽ ഒന്ന് നാം വായിക്കുന്നു: ഇസ്രായേലിൻ്റെ അരിഷ്ടതയിൽ അവന് സഹതാപം തോന്നി. ദൈവഹൃദയത്തിൻ്റെ എത്ര മനോഹരമായ ഒരു ചിത്രമാണിത്. ദൈവം നീതിമാനായ ന്യായാധിപനാണെങ്കിലും തൻ്റെ നിയമജനത്തിൻ്റെ കഷ്ടത കാണുമ്പോൾ അവിടുത്തെ ഹൃദയം കരുണ കൊണ്ട് നിറയുന്നു. ദൈവത്തിൻ്റെ ശിക്ഷ പ്രതികാരത്തിനല്ല, മറിച്ച് തൻ്റെ ജനത്തെ തിരികെ സ്വന്തത്തിലേക്ക് കൊണ്ടുവരാനാണ്. 11-ാമത്തെ അധ്യായം ഈ സാഹചര്യത്തിലാണ് ഇബ്താഹ് രംഗപ്രവേശനം ചെയ്യുന്നത്. അവൻ്റെ ജീവിതം വേദനകളാൽ നിറഞ്ഞതായിരുന്നു. ഒരു വേശ്യയുടെ മകനായതിനാൽ സ്വന്തം സഹോദരന്മാർ അവനെ പുറത്താക്കി. സ്വന്തം വീട്ടിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടു. എന്നാൽ ലോകം തള്ളിക്കളയുന്നവരെ ദൈവം പലപ്പോഴും തൻ്റെ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കുന്നു. മുമ്പ് അവനെ നിരസിച്ച അതേ ജനങ്ങൾ ഇപ്പോൾ അവനെ തന്നെ നേതാവാകാൻ ക്ഷണിച്ചു. നേതൃത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അവർ മുമ്പ് ചെയ്ത തിരസ്കരണം ഇബ്താഹ് അവരെ ഓർമ്മിപ്പിച്ചു. യഥാർത്ഥ നേതൃത്വം പ്രതികാരമല്ല, എന്നാൽ സത്യസന്ധതയാണ്. യുദ്ധത്തിന് മുമ്പ് ഇബ്താഹ് ആദ്യം അമ്മോന്യരുടെ രാജാവുമായി സമാധാനപരമായി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. ഇസ്രായേലിൻ്റെ ചരിത്രം വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് ആ ദേശത്തിന് അമ്മോന്യർക്ക് യാതൊരു നിയമപരമായ അവകാശവുമില്ലെന്ന് തെളിയിച്ചു. ദൈവജനങ്ങൾ സാധ്യമായിടത്തോളം സമാധാനം അന്വേഷിക്കണമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ചർച്ച പരാജയപ്പെട്ടപ്പോൾ യഹോവയുടെ ആത്മാവ് ഇബ്താഹിൻ്റെ മേൽ വന്നു. ദൈവം അവനെ യുദ്ധത്തിനായി ശക്തിപ്പെടുത്തി. എന്നാൽ യുദ്ധത്തിന് മുമ്പ് ഇബ്താഹ് ഒരു ദുഃഖകരമായ നേർച്ച നേർന്നു. ദൈവം വിജയം നൽകുന്നുവെങ്കിൽ തൻ്റെ വീട്ടിൽ നിന്ന് ആദ്യം പുറത്തു വന്ന് തന്നെ എതിരേൽക്കുന്നവനെ ഹോമയാഗമായി അർപ്പിക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു. അത്തരമൊരു നേർച്ച ദൈവം ഒരിക്കലും ആവശ്യപ്പെട്ടിരുന്നില്ല. വിജയത്തിന് ശേഷം സന്തോഷത്തോടെ അവനെ എതിരേറ്റത് അവൻ്റെ ഏക മകളായിരുന്നു. ഈ സംഭവം അത്യന്തം ഹൃദയഭേദകമാണ്. ഇബ്താഹ് തൻ്റെ മകളെ യഥാർത്ഥത്തിൽ ബലിയർപ്പിച്ചോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ ദൈവത്തിനായി സമർപ്പിച്ചോ എന്നത് വ്യാഖ്യാനഭേദമുള്ള വിഷയമാണ്. എന്നാൽ ഈ സംഭവത്തിൻ്റെ പ്രധാന സന്ദേശം വ്യക്തമാണ്. വേദപുസ്തകപരമായ ജ്ഞാനമില്ലാത്ത ആത്മീയ ആവേശം ദുഃഖകരമായ ഫലങ്ങളിലേക്ക് നയിച്ചേക്കാം. ദൈവം അശ്രദ്ധമായ വാഗ്ദാനങ്ങളെക്കാൾ അനുസരണത്തെയാണ് ആഗ്രഹിക്കുന്നത്. 12-ാമത്തെ അധ്യായത്തിൽ ഇബ്താഹിൻ്റെ വിജയത്തിന് ശേഷം മറ്റൊരു പ്രശ്നം ഉയർന്നു. ഈ പ്രാവശ്യം ശത്രുക്കൾ പുറത്തുനിന്നല്ല, സ്വന്തം സഹോദരന്മാരിൽ നിന്നായിരുന്നു. എഫ്രൈം ഗോത്രക്കാർ യുദ്ധത്തിന് തങ്ങളെ വിളിച്ചില്ല എന്ന കാരണത്താൽ ഇബ്താഹിനോട് കോപിച്ചു. ദൈവം നൽകിയ വിജയത്തിൽ സന്തോഷിക്കുന്നതിന് പകരം അവർ സ്വന്തം ബഹുമതിയാണ് അന്വേഷിച്ചത്. അവരുടെ അഹങ്കാരം ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചു.
യോർദാൻ കടവുകളിൽ ഈ യുദ്ധം ഭയാനകമായ ഒരു വഴിത്തിരിവിലെത്തി. എഫ്രൈമ്യരെ തിരിച്ചറിയാൻ ഗിലെയാദ്യർ ഷിബോലേത്ത് എന്ന് ഉച്ചരിക്കാൻ ആവശ്യപ്പെട്ടു. അവരുടെ പ്രാദേശിക ഉച്ചാരണം കാരണം അവർ സിബോലേത്ത് എന്ന് പറഞ്ഞു. അതുവഴി അവർ തിരിച്ചറിയപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. എത്ര വലിയ ദുരന്തം! പുറത്തുള്ള ശത്രുക്കളെക്കാൾ കൂടുതൽ നഷ്ടം ഇസ്രായേലിന് സ്വന്തം ജനങ്ങൾ തമ്മിലുള്ള ഭിന്നത മൂലമാണ് ഉണ്ടായത്. അധ്യായത്തിൻ്റെ അവസാനം ഇബ്സാൻ, എലോൻ, അബ്ദോൻ എന്നീ 3 ന്യായാധിപന്മാരെക്കുറിച്ചും ചുരുക്കമായി പരാമർശിക്കുന്നു. അവരുടെ ജീവിതത്തെക്കുറിച്ചും വളരെ കുറച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ചരിത്രം നമ്മെ ഓർക്കുകയോ ഇല്ലയോ എന്നതിനേക്കാൾ ദൈവം വിശ്വസ്തതയെ വിലമതിക്കുന്നുവെന്ന് ഇത് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അധ്യായങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രതിബിംബമാണ്. പല വിശ്വാസികളും കഷ്ടതകളിൽ ദൈവത്തെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നു. എന്നാൽ അനുഗ്രഹങ്ങൾ ലഭിച്ച ശേഷം ആത്മീയമായി അശ്രദ്ധരാകാനുള്ള സാധ്യതയുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് കഷ്ടതകളിൽ മാത്രം ഉണ്ടാകുന്ന താൽക്കാലിക മാനസാന്തരമല്ല, എല്ലാ സാഹചര്യങ്ങളിലും തന്നോട് വിശ്വസ്തരായിരിക്കുന്ന ഹൃദയങ്ങളെയാണ്. ഇബ്താഹിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് തകർന്ന ഭൂതകാലം ഒരിക്കലും ദൈവത്തിൻ്റെ ദൗത്യത്തിൽ നിന്ന് നമ്മെ അയോഗ്യരാക്കുന്നില്ല എന്നതാണ്. മനുഷ്യർ നിരസിച്ചവരെ ദൈവം തൻ്റെ മഹത്തായ പദ്ധതിക്കായി ഒരുക്കാറുണ്ട്. അതേസമയം ഇബ്താഹിൻ്റെ നേർച്ച ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ആത്മീയ ആവേശത്തെ ആത്മീയ പക്വതയായി തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ വിശ്വാസം വികാരങ്ങളുടെ മേലല്ല, ദൈവവചനത്തിൻ്റെ മേലായിരിക്കണം പണിയപ്പെടേണ്ടത്. എഫ്രൈമിൻ്റെ സംഭവം സഭയ്ക്ക് ഒരു ഗൗരവമേറിയ പാഠമാണ്. അഹങ്കാരവും അസൂയയും മത്സര മനോഭാവവും പലപ്പോഴും പുറമേയുള്ള ശത്രുക്കളെക്കാൾ കൂടുതൽ മുറിവുകൾ സഭയ്ക്ക് ഉണ്ടാക്കുന്നു. ദൈവജനങ്ങൾ ഐക്യത്തോടെ നിൽക്കേണ്ടിടത്ത് അവർ തമ്മിൽ പോരാടുമ്പോൾ ശത്രുവാണ് സന്തോഷിക്കുന്നത്. സുവിശേഷം നമ്മെ താഴ്മയിലേക്കും ക്ഷമയിലേക്കും ഐക്യത്തിലേക്കുമാണ് വിളിക്കുന്നത്. അവസാനമായി ഈ അധ്യായങ്ങൾ നമ്മെ കർത്താവായ യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ന്യായാധിപന്മാർ അപൂർണരായ വീണ്ടെടുപ്പുകാരായിരുന്നുവെങ്കിൽ ക്രിസ്തു പൂർണ്ണനായ വീണ്ടെടുപ്പുകാരനാണ്. സ്വന്തം ജനത്താൽ നിരസിക്കപ്പെട്ടവനായിരുന്നെങ്കിലും അവിടുന്ന് ലോകത്തിൻ്റെ രക്ഷകനായി. അവിടുന്ന് ഒരിക്കലും അശ്രദ്ധമായ നേർച്ചകൾ നേർന്നില്ല. പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി അനുസരിച്ചു. അവിടുന്ന് നമ്മെ ഭൗതിക ശത്രുക്കളിൽ നിന്ന് മാത്രമല്ല, പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യന്യായവിധിയിൽ നിന്നും വിടുവിക്കുന്ന രക്ഷകനാണ്. കർത്താവ് തൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ജ്ഞാനവും അവനോട് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഹൃദയവും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന താഴ്മയും നമ്മൾ ഓരോരുത്തർക്കും കൃപയായി നൽകട്ടെ. ഞാൻ കഷ്ടതകളിൽ മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവനാണോ, അതോ എൻ്റെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ വിഗ്രഹങ്ങളെയും ദിവസേന ഉപേക്ഷിച്ച് അവനോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കുന്നവനാണോ? ഞാൻ താഴ്മയിലൂടെയും ജ്ഞാനത്തിലൂടെയും ഐക്യത്തിലൂടെയും ദൈവരാജ്യം പണിയുകയാണോ, അതോ അഹങ്കാരവും അശ്രദ്ധമായ വാക്കുകളും സ്വാർത്ഥാഭിലാഷങ്ങളും വഴി ദൈവജനങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുകയാണോ? ഈ ചിന്തകൾ നമ്മളെ ഭരിക്കട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.